ഇവിടുത്തെ വഴിയെല്ലാം അടഞ്ഞ പോലെ കേട്ടോ. അത് മാത്രമല്ല, പോകുന്ന വഴിയാണ് വേസ്റ്റാണ് മുഴുവൻ. ഇത് നോക്കി എന്ത് വേസ്റ്റ് ഇവിടെ കൊണ്ടുവിട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെയൊക്കെ ഏറ്റവും വലിയൊരു വിഷയം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം രാമക്കൽമേട്ടിലാണേ. ഈ കാടിനുള്ളിൽ കൂടെ നമ്മളിങ്ങനെ നീന്തി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളായി ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് പോയി കണ്ടുവരാം. മലയുടെ മുകളിലേക്ക് പോയിട്ട് വന്നാലോ? ഇഞ്ചയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ? ഇഞ്ചക്കാടാണ് കേട്ടോ മുഴുവൻ ഈ വഴിക്കെല്ലാം. കുറേ ഇല്ലി ഉണ്ടായിരുന്നു, ഇല്ലിയെല്ലാം പോയെന്നാണ് തോന്നുന്നു ഈ വഴിക്കുള്ള. ഇപ്പോൾ ഇല്ലിയൊന്നും അങ്ങനെ കാണുന്നില്ല. എന്തായാലും ഇതിലേ നമുക്ക് പോവാമല്ലേ. ഇതിലേക്ക് ഇപ്പോൾ ശരിക്കും ഒരുപാട് ആൾക്കാർ നടക്കുന്നൊരു വഴിയാണ്. എല്ലാം ഇടുങ്ങി നിൽക്കുന്ന പോലെ കണ്ടോ, കാടെല്ലാം അങ്ങോട്ട്. നേരത്തെ ഇത്ര ഒരു പ്രശ്നമില്ലായിരുന്നു ഇതിൽ വരുമ്പോൾ. കുറച്ച് തെളിഞ്ഞൊരു വഴിയൊക്കെ ആയിരുന്നു. ഇപ്പം മഴയൊക്കെ പെയ്ത് കാടെല്ലാം വളർന്നേ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ഇല്ലിയൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം ഉണങ്ങി നിൽക്കുക. അതുകൊണ്ടോ ഇവിടെ നിന്ന് ഇല്ലിയെല്ലാം പൂത്ത് കഴിഞ്ഞ് അത് ഉണങ്ങിപ്പോവുകയാണേ. പിന്നെ നമുക്ക് ഈ വഴി നടക്കുമ്പോൾ നല്ലൊരു വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ളൊരു യാത്രയായതുകൊണ്ട്. നല്ല വള്ളിക്കുടിലൊക്കെയാണ്. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. മഴ പെയ്താൽ ചടങ്ങാവും. ഇത് മുന്നോട്ട് കുറച്ച് പിള്ളേരൊക്കെ കയറി പോകുന്ന ഞാൻ കണ്ടായിരുന്നു. അവരെയൊന്നും കാണുന്നില്ല. ഇവിടുത്തെ വഴിയൊക്കെ ഇത്രയും ഇടുങ്ങിപ്പോയി കേട്ടോ. ഇവിടെ നല്ലൊരു വെള്ളച്ചാലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വെള്ളം ഇപ്പോൾ പേരിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ എല്ലാം വേസ്റ്റാണേ. കുപ്പിയുടെ അഭിഷേകമാണ്, പ്ലാസ്റ്റിക് കുപ്പി. എന്തിനാണോ ഇതുപോലെ നമ്മൾ ഏതോ ഒരു നാട്ടിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് എല്ലാം മേടിച്ച് ഇവിടെ കൊണ്ടിട്ടേച്ച് പോകുന്നത്. മുകളിലോട്ട് കയറി പോകുന്ന വഴിയുണ്ടോ? ഇതൊക്കെ ഒരു കാലത്ത് ഈ വെള്ളം ഒഴുകി ചാലായി മാറിയതാണേ. ഇവിടെയും വഴി അടഞ്ഞ പോലെയാണ് കാണുന്നത്. ഈ പാറയുടെ മുകളിൽ കൂടെ കയറി പോകാല്ലേ. ഇത് കണ്ടോ, ഒരു പാറ നീണ്ടു തുറന്ന് താഴോട്ട് ഇറങ്ങുന്നു. അവിടെ കുറവൻ്റെയും കുറത്തേടൊക്കെ സ്റ്റാച്ചു ചെറുതായിട്ട് കാണാവേ. ഇല്ലിയെല്ലാം ഉണങ്ങി ഇങ്ങോട്ട് മറിഞ്ഞ് വീണ് കിടക്കുകയാണേ. ഈ മേഖലയുള്ള ഇല്ലി കംപ്ലീറ്റ് പോയി കേട്ടോ. പാറപ്പുറത്തോടെ തന്നെ കയറി പോവാം. ഈ മേഖല പാറ തന്നെയാണ് കൂടുതൽ. ശരിക്കും നമ്മളിപ്പോൾ തമിഴ്നാടിൻ്റെ സ്ഥലത്തൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കൊങ്ങിണിയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. എന്നാ ഭംഗിയെന്ന് നോക്കി. ഈ മേഖല മുഴുവൻ കൊങ്ങിണി പൂത്ത് നിൽക്കുക. മുകളിലോട്ട് നല്ല കാറ്റാട്ടോ. ഇതിലെയാണ് നമ്മൾ ശരിക്കും കയറി വരണ്ട കേട്ടോ. ഞാൻ അപ്പുറത്തൂടെ ചുറ്റി കയറിയാണ് വന്നത്. ഇവിടെ കുറേ ഇല്ലിയൊക്കെ ഉണ്ട്. ഇത് ഈ പ്രാവശ്യം പൂക്കുമെന്നാണ് തോന്നുന്നത്. പൂത്ത് കഴിഞ്ഞാൽ പോക്കാം. ഇത് നീലക്കുറിഞ്ഞല്ല കേട്ടോ, വേറൊരു നീലപ്പൂവാണ്. കുറേ ഉണ്ട് ഇവിടെ ഇങ്ങനെ. നമ്മൾ പോകുന്നതേ ഈ രാമക്കൽ മേടെന്ന് പറഞ്ഞാൽ രാമൻ ചവിട്ടിയ ഒരു കല്ലുണ്ട് കയറി നിന്നേ. ആ ഒരു കല്ലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് ആമപ്പാറയിൽ കൂടെയായിരുന്നു. ആമപ്പാറയിൽ കൂടെ പോയാൽ മോളിൽ വന്ന് നിന്ന് ഇങ്ങോട്ടുള്ള കാഴ്ചയാണ്. ഇത് നമ്മൾ കല്ലിൻ്റെ ചോട്ടിലോട്ടാണ് നേരെ ചെല്ലുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ട് പോകുന്നത്. ഇത് കണ്ടോ, ഇതിലുള്ള വഴിയൊക്കെ കണ്ടോ, എങ്ങോട്ടോ നോക്കി. ഇതെല്ലാം വെള്ളം ഒഴുകി ചാല് കീറി കിടക്കുന്നതാണേ. കുറച്ച് കയറ്റം കയറുമ്പം തന്നെ കിതക്കാൻ തുടങ്ങും. നമ്മളിപ്പോൾ എപ്പോഴും അങ്ങനെ വലിയ നടപ്പൊന്നുമില്ല, വല്ലപ്പോഴും ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ കാറ്റ് കൂടി കേട്ടോ. നല്ല കാറ്റ് വരുന്നുണ്ടേ.
മുകളിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കൊങ്ങിണിപ്പൂ ഉണ്ടോ, എന്ത് ഭംഗിയാണ് കാണാം അല്ലേ. അങ്ങ് ദൂരെ കാണുന്നുണ്ടോ കുറവൻ്റെയും കുറത്തിയുടെ സ്റ്റാച്ചു. പിന്നെ മലമുഴക്കി വേഴാമ്പൽ, അതിന് താഴെയത്തെ കാർ പാർക്കിങ്. ആ ഭാഗത്തു നിന്നാണ് നമ്മൾ മുകളിലോട്ട് അങ്ങോട്ട് കയറി പോകുന്നത് കേട്ടോ. നമുക്കിവിടെ ഇറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ കയറി വരാവേ. ഇവിടെ പാറപ്പുറമാണെങ്കിലും ഉണ്ടല്ലോ, ഇതിനിടയ്ക്ക് കൂടെ ഒക്കെ മണ്ണുണ്ട്. അതിനിടയ്ക്ക് കൂടെ ഓരോ ചെടികളൊക്കെ ഇങ്ങനെ. കൊങ്ങിണിയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ കുറേ കുറ്റി മരങ്ങളും. കാറ്റ് കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ മരങ്ങൾക്കധികം പൊക്കം വെക്കത്തില്ലേ. ഈ വഴിക്കൂടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിൽ നിന്ന് തമിഴ്നാടിൻ്റെ കുറച്ച് കാഴ്ചകൾ അവിടുന്ന് കാണാൻ പറ്റുമേ. അതൊന്ന് കണ്ടിട്ട് കയറി വരാം കേട്ടോ. വരുന്ന വഴി എങ്ങനെയുണ്ട്, കൊങ്ങിണിപ്പൂവൊക്കെ ആയിട്ടേ നല്ല അടിപൊളി. ഇതുണ്ടോ കൊങ്ങിണിയൊക്കെ നിൽക്കുന്നുണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് നോക്കിയേ, തമിഴ്നാട്ടിലേക്ക് ചെരിഞ്ഞ് കുത്തിയിരിക്കുന്ന പാറക്കെട്ടുകളും അതിൻ്റെ താഴെയായിട്ട് തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളും. അങ്ങ് ദൂരെ അതാ കമ്പം ടൗണും ഒക്കെ നമുക്ക് കാണാം. കമ്പം തേവാരം ഒക്കെയാണ് അങ്ങപ്പുറത്തോട്ട് കാണുന്നത്. ഇവിടുന്നൊക്കെയുള്ള ഏറ്റവും നല്ലൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ തമിഴ്നാടിൻ്റെ ഒരു ദൂരക്കാഴ്ച. അതിനിടയ്ക്ക് അവിടെ ഒരു മല ഇങ്ങനെ കൂമ്പനായിട്ട് പൊങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലുള്ള ഒരുപാട് മലകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മുല്ലപ്പെരിയാറ്റിൽ നിന്ന് പോയ വെള്ളം അവിടെ കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ച കാണാം. ആ മലയ്ക്ക് അപ്പുറത്തെ സൈഡാണ് കേട്ടോ ആമപ്പാറ എന്ന് പറയുന്നത്. നമുക്ക് ഇനിയിപ്പം ഇതിലെ ഇങ്ങനെ ഒരു വഴിച്ചാൽ മുകളിലോട്ട് കാണുന്നുണ്ടേ. ഇതിലേം കയറി പോവാം കേട്ടോ. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്, കയറ്റവുമാണ്. പിന്നെ നമുക്ക് വലിയ മടുപ്പില്ലാത്ത എന്നാന്ന് വെച്ചാൽ ഈ ചെറിയ കാറ്റ്, ഇളം കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ. അതുകൊണ്ട് നമുക്കൊരു മടുപ്പൊന്നും തോന്നത്തില്ല. ഇവിടെ നിന്നൊരു വിടവ് പോലെയാണേ. ഈ വിടവിൽ കൂടെ തമിഴ്നാടിൻ്റെ കാഴ്ചകൾ അതിഗംഭീരമാണ്. ഇതുവഴിയെല്ലാം ആൾക്കാർ നടന്ന് വഴിച്ചാലായി കിടക്കുകയാണ്. അപ്പുറം അവിടെ പിള്ളേരുണ്ട്, കൂന്ന് വെച്ചാൽ കേൾക്കാം. നല്ല മടുപ്പുണ്ട്. പക്ഷേ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ആ മടുപ്പ് നഷ്ടപ്പെടും കേട്ടോ. പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ തോന്നും. നല്ല കാറ്റാ. ഇതാ കാണുന്നു രാമക്കല്ലിൻ്റെ അവിടെ കുറേ പിള്ളേർ സെറ്റ് ഉണ്ട് കേട്ടോ. അവരതിൻ്റെ മണ്ട കയറിയിട്ട് ഇറങ്ങി വന്നതെന്ന് തോന്നുന്നു. ശ്രീരാമൻ വന്ന് ചവിട്ടിയ കാൽപാദമുള്ള പാറയെന്ന് പറയപ്പെടുന്ന ഇതാണേ. ഈ പാറയൊക്കെ നമ്മൾ പറയുന്ന പോലെയല്ല, ഭയങ്കര തൂക്കലാണ് ഇരിക്കുന്നത് കേട്ടോ. ഈ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ കുറേയൊക്കെ അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാം. അങ്ങ് താഴെ കണ്ടോ തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളൊക്കെ. അങ്ങ് താഴെ ഇതിൻ്റെ താഴെ ഒരു വീടോ എന്തോ സംവിധാനമൊക്കെ കാണാം. അത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത്. നമ്മൾ പറയുന്ന മുഴുവൻ കേൾക്കാവോ എന്നറിയില്ല, നല്ല കാറ്റാണ്. ഇവിടെ ഒരു നെല്ലിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നെല്ലിക്കാതെ നോക്കി, പക്ഷെ നല്ല പച്ചപ്പാണ് ഇപ്പം കാണാൻ, നല്ല ഭംഗിയാണ് ഇപ്പോൾ ഇവിടെ അല്ല. അങ്ങ് താഴെ ഒരു പാറ കണ്ടോ, അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ആൾക്കാർ കയറി പോകുന്നതാണേ. ഇവിടുന്ന് അങ്ങ് മുകളിലേക്ക് കേട്ടോ. കാണുമ്പോൾ എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ കടവിൽ കൂടെ ഒക്കെ അതിൻ്റെ മുകളിൽ കയറാൻ ഇച്ചിരി നല്ലൊരു ടാസ്ക്കാണ്. അവിടെ ഒരു പാറ കണ്ടോ, നമ്മൾ ആമപ്പാറ കാണാൻ വന്നു കഴിഞ്ഞാൽ ആ സൈഡിൽ കൂടെ വന്നാൽ ആ പാറയുടെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ തമിഴ്നാടിൻ്റെ ഇങ്ങോട്ടുള്ള കുറേ കാഴ്ചകൾ കാണാൻ പറ്റുമേ. ഈ പാറയുടെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഒരു വഴിയുണ്ട് കേട്ടോ. നമ്മൾ അങ്ങേയറ്റം വരെ പോകുന്നില്ല, കുറച്ച് ഇവിടം വരെ പോകുന്നുള്ളേ. ആ സൈഡിൽ കൂടെ പോകണമെങ്കിൽ ഇച്ചിരി ഇടയ്ക്കൂടെ ഒക്കെ കയറി ഇറങ്ങി പോകണമെങ്കിൽ ഇച്ചിരി ടാസ്ക്കാണ്. നമ്മൾ ഒരുപാട് ടാസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല, അത് പിന്നെ ഒരു വിഷയമാകണ്ടല്ലോ എന്ന് വിചാരിച്ചാണേ. ഇവിടെയാണ് നല്ല കാറ്റാട്ടോ. ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടോ, വഴി പോലെ. ഇതിലേക്ക് പിള്ളേരൊക്കെ ഇറങ്ങി പോകുന്നതാണ്. അങ്ങനെ ആ സൈഡിൽ ആ പാറയുടെ വിടവിലൊക്കെ പോയിരിക്കും അവരെ. അതാ ഫ്ലൈറ്റ് വ്യൂ റോക്ക്.
ഉണ്ട് കേട്ടോ. നേരത്തെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നേ, അപ്പോൾ അവർ ഇറങ്ങി പോയെന്നാണ് തോന്നുന്നത്. അതിൻ്റെ അവിടെ വന്ന് താഴോട്ടുള്ള ചെരുവുള്ളൂ, കുത്തനെയാണ്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പാറയില്ലേ, ഇതിൻ്റെ അങ്ങേ സൈഡിലെ ചെരുവ് നമുക്ക് താഴെ പോയി നിന്ന് നോക്കുമ്പോൾ കാണാം ഏറ്റവും കൂടുതൽ ചെരുവുള്ളതും തൂക്കമുള്ളതും ഈ പാറയ്ക്കാണ്. എങ്ങനെയുണ്ട് രാമക്കൽമേട്ടിലെ രാമപ്പാറ? ശ്രീരാമൻ വന്ന് കയറി നിന്നത് ഈ പാറയുടെ മുകളിലാണെന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിപൊളി വ്യൂ ആണ്. ഈ ഭാഗത്തേക്കൊന്നും പോകരുത്, ഇവിടെ താഴോട്ട് അഗാധമായ ഗർത്തങ്ങളാണ്, കുഴിയാണ്. നമ്മളൊന്ന് പോയ തന്നെ എന്നുവെച്ചാൽ അത്രയും താഴ്ചയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊടൈക്കനാലൊക്കെ പോയപ്പോഴത്തേക്കും അവിടെ ഗുണാക്കാവൊക്കെ ഉണ്ടല്ലേ, അതിനെക്കാട്ടി അപകടം പിടിച്ചൊരു മേഖലയായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളെ ഉത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല, പക്ഷേ അത്രയും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അവിടെയൊക്കെ ഓരോ പാറ ഉണ്ട്, പിള്ളേരൊക്കെ ഒന്ന് ഓടി വന്ന് അതിൻ്റെ മണ്ടലൊക്കെ കയറുവേ. പക്ഷേ അതൊക്കെ നല്ലതാണ്, നല്ലതല്ലെന്നല്ല, പക്ഷേ അത്രമേ ശ്രദ്ധിച്ചിട്ടേ അതൊക്കെ ചെയ്യാവുള്ളൂ. അല്ലെ കയ്യോ കാലോ ഒന്നും പോയതാ, പിന്നെ അവന് ഒരു പൊടി പോലും കിട്ടത്തില്ല. നമുക്ക് കാക്കവിലൊക്കെ പോയി കഴിഞ്ഞാൽ വല്ല കയറാലൊക്കെ ഇറങ്ങി എടുക്കാന്ന് വെച്ചാൽ ഇവിടെ അതൊന്നും നടക്കില്ല, അത്രയും താഴ്ചയിലോട്ടാണ് പോകുന്നു കേട്ടോ. അതിൻ്റെ പൊക്കത്തിലൊരു കല്ലുണ്ട് കേട്ടോ. കുറേ കല്ലുകളുടെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങോട്ട് കയറി പോകാൻ പറ്റുള്ളേ. ഇവിടെ നിന്ന് താഴോട്ടുള്ള ഒരു കാഴ്ച ഉണ്ടോ, ആ താഴത്തെ പാറ ഉണ്ടോ, നമുക്ക് അതിൻ്റെ അടുത്ത് വരെ പോകാം കേട്ടോ. ഇനി നമുക്ക് ഈ താഴത്തെ പാറയുടെ അടുത്തോട്ട് പോകാം കേട്ടോ. അത് ഈ ഒരു വഴിക്കാണേ പോണേ, വഴിയെന്നൊന്നുമല്ല, ഇവിടെ എവിടെ നോക്കിയാലും വഴി, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴിയാണ്. ഇതിലേ ചവിട്ടി അങ്ങ് ഇറങ്ങി പോവാം. ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് വന്ന സമയത്ത് രാവണൻ സീതയും കൊണ്ട് പോയില്ലേ ലങ്കയിലേക്ക്. അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ കൂടെ ഈ വഴിക്കാണ് വന്നിട്ട് അവർ ഇതിലേ വന്നിട്ടാണ് അവർ രാമേശ്വരം ആ ഭാഗത്തേക്കൊക്കെ പോയത് കേട്ടോ. അപ്പോഴാണ് ഇവിടെ വന്ന് ഈ ഒരു പാറയുടെ മുകളിൽ കയറിയെന്നൊക്കെ പറയപ്പെടുന്നത്. അങ്ങനെയാണുള്ള ഇവിടുത്തെ ഒരു ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയണം കേട്ടോ. ഈ നമ്മൾ കയറി വരുന്ന വഴിക്ക് തന്നെ ആ രാമക്കൽമേട് ആ ജംഗ്ഷനിൽ ശ്രീരാമൻ്റെ ഒരു അമ്പലമൊക്കെ അവിടെ നമുക്ക് കാണാവേ വരുന്ന വഴിക്ക്. അതാദ്യം കണ്ടിട്ടാണ് നമ്മൾ ഇതിന് മുകളിലോട്ട് കയറി വരുന്നത്. അപ്പോൾ നമുക്ക് താഴോട്ട് പോയി പാറയുടെ കാഴ്ചകൾ കാണാം. ആ താഴെ ഇരിക്കുന്ന പാറ കണ്ടോ, അതിൻ്റെ മുകളിലും ആൾക്കാർ കയറും കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് തമിഴ്നാട്ടിലെ ആ കൃഷിയിടങ്ങളുടെ കാഴ്ച ഒന്നുകൂടെ ഒന്ന് കാണാവേ. ആ ചുവപ്പും പച്ചയൊക്കെ ആയിട്ട് ആ പച്ചപ്പൊക്കെ കാണുന്നത് പുളിമരങ്ങളൊക്കെയാണേ. പുളിയുണ്ട്, തെങ്ങുണ്ട്. ഇതാ കൂടുതലായിട്ട് ആ പച്ചപ്പ് കാണുന്നുണ്ടോ, അതെല്ലാം തെങ്ങാണ്. പിന്നെ ഇങ്ങോട്ട് നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് കുറേ വനമേഖലയായി ആദ്യം കാണുന്ന ഈ ഭാഗമൊക്കെ, ആ ചെരിഞ്ഞ പാറയുമൊക്കെ. ഇവർ ഈ തമിഴ്നാട്ടുകാർ അപാര കൃഷിക്കാരാട്ടോ. അവർ ശരിയായ രീതിയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിവിടെ പച്ചക്കറിയൊക്കെ കഴിക്കാൻ കിട്ടുന്നത്. നമ്മളിവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ടോ, ഒന്നും ഉണ്ടാക്കുന്നില്ല അല്ലേ. നമുക്ക് താഴോട്ട് പോകാം. നമ്മൾ മോളിൽ കണ്ട ആ രാമക്കൽ പാറയുടെ ഒരു ഹൈറ്റ് നിങ്ങൾക്കൊന്ന് കാണണം. അതിൻ്റെ ഒരു തൂക്കമുണ്ടോ, എത്ര അടി താഴ്ചയാണ് താഴോട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പേര് അതിൻ്റെ മുകളിൽ താഴെയൊക്കെ പോയി മരിച്ചിട്ടുണ്ട് കേട്ടോ. മനഃപൂർവ്വം ചാടിയവരും അബദ്ധത്തിൽ ചാടിയവരും ഒക്കെ ഉണ്ട് അതിനകത്ത്. താഴെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റടിക്കുന്നുണ്ട്, അതൊരു വലിയ വിഷയം തന്നെയാണ്. ഈ പാറയ്ക്ക് ഒത്തിരി വിടവൊക്കെ ഉള്ള പാറ കേട്ടോ. അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ ഒരു കല്ലുണ്ട്, അതിന് മുകളിലൊരു കല്ല് ആരാണ്ട് എടുത്തു വെച്ച പോലെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ആരെപ്പോൾ എടുത്തു വെച്ചാലേ ഈ തൊപ്പി പോലെ. ഇതിൻ്റെ ഇപ്പുറത്തെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ക്യാപ്പുണ്ടേ, ഇതിലെയാണ് അങ്ങോട്ട് പോകണേ. ഇതുണ്ട്, ഇവിടെയും പാറയ്ക്കൊക്കെ നല്ല വിടവുണ്ട് കേട്ടോ. എന്നാ വിടവാണെന്നറിയോ, നമ്മൾ കൊടൈക്കനാൽ ഗുണാക്കേവിൽ കണ്ട പോലെ തന്നെയുള്ള വിടവ് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നുള്ള ആ തമിഴ്നാടിൻ്റെ ഒരു വ്യൂ ഉണ്ടോ, അതൊരു അപാരം തന്നെ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ പാറയുടെ ഒരു ഹൈറ്റ് കാണണം. ഒന്ന് നമുക്ക് താഴോട്ട് മുകളിലോട്ട് പൊക്കി നോക്കാം. അപാരം തന്നെ അല്ലേ, എത്ര അടി താഴ്ചയാന്ന് നോക്കി. ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല, കാറ്റുള്ള കാരണം. എങ്ങാനും കാറ്റ് തള്ളിയിട്ട് നമ്മളങ്ങ് താഴെ പോകും. അതുകൊണ്ട് അങ്ങ് താഴെക്കൂടെ ഒരു റോഡൊക്കെ പോകുന്നുണ്ടോ. ഈ പാറയുടെ ഇടയിൽ കൂടെ ഒരു വിടവും ഒരു വഴിയൊക്കെ ഉണ്ട്. ഇതിലേക്ക് ആൾക്കാർ ഇറങ്ങി പോകാറുള്ളതാണ്. നമ്മളൊരു പരിധി വരെയൊക്കെ ഒന്ന് പോകുന്നുണ്ട്. അവിടം വരെയൊക്കെ ഉണ്ടോ ആൾക്കാർ ഇറങ്ങിപ്പോവേ. ഇവിടെ ഒരു കല്ലിരിക്കും, നിങ്ങൾ നോക്കിയേ. ഇതിൻ്റെയൊക്കെ ഒരു ഷേപ്പ്, ഇതൊക്കെ എങ്ങനെ ഒത്തു കിട്ടിയെന്ന് ചോദിച്ച പോലെ
അപാരം തന്നെ. ഇതൊക്കെ ഇവിടെ വന്ന് കണ്ടാലാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കാര്യങ്ങൾ. നമ്മൾ ആ ഒരു വിളിമ്പ് കണ്ടോ, അതിൻ്റെ താഴെ അഗാധമായ കുഴിയാണ് കേട്ടോ. അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ വന്ന വഴി തന്നെ തിരിച്ച് അങ്ങോട്ട് പോകണേ. ഇതൊക്കെയാണ് ഈ രാമക്കൽമേട്ടിൽ വന്നാൽ കാണാനുള്ള കാഴ്ചകൾ. ഇവിടുത്തെ ഈ പാറയുടെ കാഴ്ചകളുടെ ഒരു അപാരം തന്നെയാണ്. ഇതുണ്ട് പാറ ഇരിക്കുന്നുണ്ടോ, അതിൻ്റെ അടിയിലൊരു ഊട്. ഏത് കാലത്ത് ആര് വെച്ചൊരു ഊടാ. ഇവിടെ വന്ന് വേണമെങ്കിൽ വിളുമ്പത്ത് നിന്ന് ഒളിഞ്ഞു നോക്കാമെന്ന് പറഞ്ഞ പോലെ. കാണാൻ കേട്ടോ, അടിവശം കണ്ടോ. അങ്ങനെ ഇതിൻ്റെ അടിവശം കാണാൻ പറ്റി. മോളീന്ന് എന്തെങ്കിലും വീണാൽ ആ ചോട്ടിൽ കണ്ടോ അതുപോലെ കിടക്കും കേട്ടോ. അതുപോലെ അങ്ങനെ കിടക്കല്ല, ആ പള്ളക്കകത്തോട്ട് പോവേ. മുഴുവൻ ഫോറസ്റ്റാണ്, തമിഴ്നാട് ഫോറസ്റ്റാണ് അവിടെ. നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് സൂമിങ് ആക്കി കാണാം. പാറയുടെ തൂക്ക് നോക്കിക്കോണേ. ഇത് തന്നെ കാണിക്കുന്നു പറയരുത്, പക്ഷേ ഇത് ഇവിടെ നമുക്ക് കാണാനായിട്ടൊരു ഭംഗി തന്നെയാണ്. ഇതിൻ്റെ ഒരു ഹൈറ്റും തൂക്കും എല്ലാം കണ്ടോ. ചോട് കണ്ടോ, അതിൻ്റെ രാമക്കൽപ്പാറയുടെ ചോടാണത്. അതിൻ്റെ ഉള്ളിലെല്ലാം തേനുണ്ട് കേട്ടോ. തേൻ പിടിച്ചിരിപ്പുണ്ട് അവിടെ എല്ലാം. അവിടെ തേൻ ഇരുന്നിട്ട് അത് അവിടെ തന്നെ ഇരുന്ന് കേടായിപ്പോയുള്ളൂ. അവിടെ ഇറങ്ങി ആരെടുക്കാനായി തേനൊക്കെ അല്ലേ, ഇത്രയും ഹൈറ്റിൽ ഈ ചെരുവിലൊക്കെ. ഹെലികോപ്റ്റർ വന്നാൽ പോലും എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് മെല്ലെ മുന്നോട്ട് പോകാട്ടോ. ഏതായാലും ഇവിടുത്തെ ഈ പാറയുടെ കാഴ്ചകൾ അപാരം തന്നെ. എങ്ങനെയുണ്ട് ഈ രാമക്കൽമേട്ടിലെ പാറകളുടെ കാഴ്ചകൾ? അപാരമല്ലേ, ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. അപ്പോൾ താഴോട്ടുള്ള തൂക്കൊക്കെ കൊണ്ട് എത്ര ഭയാനകം അല്ലേ. ഒരിക്കലും ഇവിടെ ഒന്നും വന്നിട്ട് നിങ്ങൾ അങ്ങോട്ടൊന്ന് എത്തി നോക്കാനോ അതിൽ ഇറങ്ങാനോ ഒന്നും ശ്രമിക്കരുത് കേട്ടോ. വളരെ അപകടം ഉണ്ടാകുന്ന കേസാണ്. താഴോട്ട് പോയാൽ പിന്നെ പൊടി പോലും കിട്ടുകയില്ല. അപ്പോൾ നമുക്ക് ഇനി പോയി ഒരു കാര്യം ചെയ്യാം. മെല്ലെ മുകളിൽ കയറിയിട്ട് അപ്പുറത്ത് പോയി കുറവും കുറത്തി സ്റ്റാച്ചുവും കൂടെ ഒക്കെ കണ്ട് അപ്പുറത്ത് പോയി ആ കാറ്റാടിപ്പാടവും കൂടെ ചെറിയ രീതിയിൽ നിന്ന് കണ്ടേക്കാം. നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ അതെല്ലാം ഉൾപ്പെടുത്തി പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. 2-3 വീഡിയോ എടുത്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതുകൂടെ കണ്ടുവരാം അല്ലേ. ഇപ്പോൾ ബായിക്കോട്ടല്ലേ പാറയുടെ കാഴ്ചകൾ ഇച്ചിരി കൂടെ മനോഹരമല്ലേ. കുറവും കുറത്തി സ്റ്റാച്ചു ഒക്കെ കണ്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാവേ. രാമക്കൽമേട്ടിൽ ഇപ്പോൾ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിലവിടെ റബ്ബറൈസർ റോഡ് ഇങ്ങനെ വന്നിട്ട് തമിഴ്നാടുമായിട്ട് ബന്ധിച്ച് പോകുന്നൊരു വഴിയാണ്. ഇതിൽ നമുക്ക് കമ്പത്തേക്കൊക്കെ പോകാൻ പറ്റുമേ. കുറവൻ കുറത്തി സ്റ്റാച്ചു, മലമുഴക്കി വേഴാമ്പൽ സ്റ്റാച്ചു, അതൊരു വാച്ചിങ് ഗാലറിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കിടക്കുന്ന വണ്ടിയുടെ അപ്പുറത്തുനിന്ന് അതിലേ കയറി നമ്മൾ പാസ് എടുത്ത് വേണം അങ്ങോട്ട് കയറി പോകാൻ. 25 രൂപ ടിക്കറ്റാണ് ഒരാൾക്ക്. ഇവിടെ ഒരു വണ്ടിക്കടയുണ്ട് കേട്ടോ. ഇതിനകത്ത് ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ് എല്ലാ സാധനവും ഉണ്ട്. നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ട്, അത് കുടിക്കാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് കയറി പോകണം. പക്ഷെ നമ്മളിപ്പോൾ നിലവിൽ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. കുറേ പ്രാവശ്യം നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളതാണേ. നമുക്ക് ഇപ്പോൾ പോകുന്ന വഴിക്ക് പോയാൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് രാമക്കൽമേടിൻ്റെ മറ്റൊരു ഭാഗം കാണാൻ പറ്റുമേ. 1 മാസം മുമ്പ് ഇങ്ങോട്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് ഇങ്ങോട്ട് കയറുന്ന ഇതൊക്കെ തമിഴ്നാട് ഫോറസ്റ്റ് വിലക്കിയിരുന്നതായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ടേ. ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കുറച്ച് നല്ല കാഴ്ചകൾ അപ്പുറത്തോട്ട് കാണാൻ പറ്റുമേ. കുറച്ച് മരങ്ങളും നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട്. കുറവനും കുറത്തി ഇരിക്കുന്നുണ്ടോ. കുറവൻ കുറത്തി സ്റ്റാച്ചു, മലമുഴക്കി വേഴാമ്പൽ വാച്ചിങ് ഗാലറി, അതിലൊക്കെ ആൾക്കാരൊക്കെ കുറേ ഇങ്ങനെ കയറിയിരിപ്പുണ്ടേ. ഇവിടെയും കുറേ നെല്ലിമരങ്ങളൊക്കെ ഉണ്ട്. വേനൽക്കാലത്ത് വന്നാൽ ചില സമയത്തൊക്കെ ഇവിടത്തേലൊക്കെ കായൊക്കെ കാണും, ഇല്ലേ കാണത്തില്ല. ഇവിടെ നിന്ന് നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു ദൂരക്കാഴ്ച ഇവിടുന്ന് കിട്ടുന്നതാണ്. കണ്ടോ, ദൂരെ തമിഴ്നാട് കാണാം. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങൾ കാണാം കേട്ടോ. അതാണ് മെയിൻ കാഴ്ച. അവിടെ ആ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതാ നേരത്തെ കയറിപ്പോയ ആ രാമക്കല്ലാണ്. അതിൻ്റെ താഴത്തെ പാറയും അതിന് മുകളിലായിട്ട് ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ ആ ഭാഗം കാണാം. ഫ്ലൈറ്റ് വ്യൂ മൊത്തം പറയും. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കാണാവുന്ന സോളാർ പാടമാണ്. അവിടെ ഒരു വലിയ സോളാർ പാടമൊക്കെ ആമപ്പാറയിൽ വെച്ചിട്ടുണ്ട്.
നല്ല കാറ്റാട്ടോ. ചെറിയ വനമാണ് കേട്ടോ, പൊക്കമുള്ള മരമൊന്നുമില്ല. ഇവിടെ ഇറങ്ങി നിന്നാലും നമുക്ക് താഴോട്ടുള്ള ആ കാടിൻ്റെ കാഴ്ചകളാണ് കൂടുതലും കാണുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ തൽക്കാലം കഴിഞ്ഞു. ഇനി നമുക്ക് കാറ്റാടിപ്പാടത്തിലോട്ട് പോകാം കേട്ടോ. അവിടെ പോയി കുറച്ച് 5-6 കാറ്റാടിയൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ചങ്ങ് പോകാവേ. ഏതായാലും ഇവിടം വരെ വന്നല്ലോ, നമുക്ക് അവിടെ ഒന്ന് കയറിയിട്ട് വരും. എപ്പോഴും വരാൻ പറ്റില്ലല്ലോ. ഫസ്റ്റിൽ തന്നെ നമുക്ക് മലമുഴക്കി വേഴാമ്പലിൻ്റെ ഇത് കാണാം കേട്ടോ. ഇവിടെ ഒത്തിരി ആൾക്കാരാണ്, അതിന് മണ്ട കയറാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ മനോഹരമായൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. മലമുഴക്കി വേഴാമ്പൽ സ്റ്റാച്ചു വാച്ചിക്കാൻ. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടോ, നല്ലൊരു ഫോട്ടോ പോയിന്റ് ഒക്കെ ഇത് കേട്ടോ. ഗുരുവിൻ്റെയും കുളത്തിയുടെയും ബാക്ക് വശം. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വശം കാണാം. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാവേ. ഈ ശില്പം ഉണ്ടാക്കിയ ശില്പിയുടെ പേരുണ്ട്, ശില്പി ജിനൻ CB ഷാഡോസ് ബാലരാമപുരം. 1/8/2005 നിർമ്മിച്ചത്. ഇനി ഇവിടെ ഒരു ചെറിയ കുളമുണ്ട് കേട്ടോ, ഒരു താമരക്കുളം അല്ല, ആമ്പൽക്കുളം. മഴ പെയ്തപ്പോഴുള്ള വെള്ളമൊക്കെയാണ്, നേരത്തെ അത്ര വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഒരു ആമ്പൽപ്പൂ അതിന് വിരിഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ. ദൂരെ കാണുന്നവരും ഇതിനടുത്തുള്ള ഒരു റിസോർട്ടാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ റിസോർട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പഴയ പോലെ അല്ല, ഇവിടെയൊക്കെ ഒരു റിസോർട്ടുകളും ഹോം സ്റ്റേ ഒക്കെയാണ്. നല്ല പച്ച വിരിച്ച പുൽമേടാണ് ഇവിടെ മുഴുവൻ. കണ്ട ദൂരെ കാറ്റാടി കറങ്ങുന്നതാണാവും. കാറ്റ് കാരണം ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇനി നമുക്ക് ഈ മലമുഴക്കിയുടെ മുകളിലൊന്ന് കയറാം. ശരിക്കുള്ളൊരു മരത്തിൻ്റെ വേരൊക്കെ പോലെ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നു കേട്ടോ. മണ്ണിലേക്ക് വേര് ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. ആ ശില്പിയുടെ ഒരു കഴിവ് അപാരം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. കുറേ സ്റ്റെപ്പുകൾ കയറാനുണ്ട് മുകളിലോട്ട്. സ്റ്റെപ്പ് കയറിപ്പോവാം. ഇത് കണ്ടോ, നമ്മൾ കയറി വന്ന വഴി. ഇതിൻ്റെ മുകളിൽ നല്ല കാറ്റാന്ന് തോന്നുന്നു. ഇവിടുന്ന് നമുക്ക് സ്റ്റാച്ചു ഒന്ന് കണ്ടാലോ. സ്റ്റാച്ചുവിൻ്റെ ബാക്ക് വശം ഇവിടുന്ന് കാണത്തുള്ളേ. മരംകൊത്തിയുടെ കൊക്കിലെന്തോ ഇരിപ്പുണ്ട് കേട്ടോ. കമ്പോ ചുള്ളി മറ്റേ. ഇത് നിർമ്മിച്ച ശില്പി ആരാന്ന് കേട്ടോ, KR ഹരിലാൽ. വാഴത്തോപ്പ് ഇടുക്കി. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടേ, ഫോട്ടോ മാത്രം മതി. ഇത് കണ്ടിട്ട് ആൾക്കാരെ ഒന്ന് മേടിച്ചോളും. ഈ ഇതൊക്കെ കണ്ടിട്ട് അല്ല ഇത് ഒത്തിരി ആൾക്കാർ കാണുന്ന പറഞ്ഞുകൊണ്ട് എടുക്കണമെന്നാ ഇവരിത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഇതാ പൈനാപ്പിള് മാങ്ങ ഒക്കെ കീറി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്നാ വിലയാ? 40 രൂപ ഒരു പാക്കറ്റ്. അപ്പോൾ കൊള്ളാം കേട്ടോ. നല്ല പച്ച പൈനാപ്പിള്, പച്ചയല്ല പഴുത്ത പൈനാപ്പിള്, നല്ല ചെനച്ച മാങ്ങ, നല്ല ഫ്രഷ് പൈനാപ്പിള്. ഈ അമ്മച്ചി ഇത് തന്നെ അത് വിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇത് കാട്ടുമുന്തിരിയാണ് കേട്ടോ. ഇതിൽ ഇപ്പോൾ കായൊന്നും ഉണ്ടാകുന്ന കാണുന്നില്ല. വേനൽക്കാലത്തൊക്കെ ഇത്തരമൊക്കെ കായ ഉണ്ടാവുമേ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഇഷ്ടം പോലെ അകത്തുനിന്ന് കായൊക്കെ പറിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഇതിങ്ങനെ നിർത്തിയിരിക്കുകയാണ്, കളയാതെ. ഇവിടെ ഒരു ചെടി പൂത്തിട്ടുണ്ടോ, നിറച്ച് പൂവായിട്ട് ഇങ്ങനെ നിൽക്കുന്ന നോക്കി. ഏത് ചെടിയാണെന്ന് അറിയില്ല, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വെള്ള അരിപ്പൂവ് കുറേ ഉണ്ട് ഈ മേഖലയൊക്കെ ആയിട്ട്. കുറച്ച് സ്റ്റാച്ചു കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നതാണ്. അപ്പം നമുക്കിനി ഇവിടുന്ന് ഇനി പുറത്തേക്ക് പോയിട്ട് അപ്പുറത്ത് കാറ്റാടിപ്പാടം കണ്ടിട്ടൊക്കെ തിരിച്ച് പോകാം.
അല്ലേ. ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാവേ. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ചെറിയ ഊഞ്ഞാല്, പിള്ളേർക്കുള്ള ഐറ്റംസ് കുറേ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ചെറിയ കുഞ്ഞു കുതിര, പിള്ളേർ മാത്രമല്ല വലിയൊരു ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. രാമക്കൽമേട് കാണാൻ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഓഫ് റോഡ് ജീപ്പൊക്കെ ഇഷ്ടപ്പെട്ടു. ആദ്യം ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തെടുത്ത് കണ്ടായിരുന്നല്ലോ. അവിടെ വന്നാൽ അവർ നമ്മളെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഈ ചുറ്റുപാടത്തുള്ള ഇവിടുത്തെ മാത്രമല്ല കമ്പത്ത് കൊണ്ടുപോകും, മുന്തിരിത്തോട്ടമൊക്കെ കൊണ്ട് കാണിക്കും. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ കൊണ്ട് നമ്മളെ കാണിക്കും കേട്ടോ. അപ്പം നിങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇങ്ങോട്ട് വരാനായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞേക്കാം. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. മൂന്നാറിൽ നിന്നൊക്കെ വരുന്നവർ തൂക്കുപാലം വന്നിട്ട് ആ വഴി ഇങ്ങോട്ട് കയറി പോരാ കേട്ടോ. അവിടെ തേക്കടിയിൽ നിന്നൊക്കെ വരുന്ന ആ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും വലിയ പറഞ്ഞാലും ഈ കടുങ്കണ്ടം തൂക്കുപാലം എന്ന് പറഞ്ഞ ഭാഗത്ത് വന്നിട്ട് രാമക്കൽമേട്ടിലേക്ക് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു റൂട്ട് നോക്കി ഇങ്ങോട്ട് വന്നാൽ മതി. രാമക്കൽമേട്ടിൽ നിന്ന് നേരെ കമ്പംമെട്ടിലേക്ക് പോകുന്ന റോഡാണ് ഇത് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഈയിടെ പുതുതായിട്ട് പണിതാണ്. പണി മുഴുവൻ തീർന്നിട്ടില്ല. ഇനി കുറേ കൂടെ പണികളൊക്കെ നടക്കാനുണ്ട്. ഇപ്പോൾ ഇതിലെ പോകുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ ഇപ്പം നമ്മൾ രാമക്കൽമേട്ടിലെ കാറ്റാടിപ്പാടങ്ങളുടെ ഭാഗത്തേക്ക് വന്നു കേട്ടോ. കുരുവിക്കാനോ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരുപാട് കാറ്റാടികൾ നിന്ന് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇത് കാണാനൊക്കെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതെന്നും ഉള്ളതാണ്. ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ടോ. ഒരു കാറ്റാടിയുടെ വലിപ്പവും പൊക്കവും കണ്ടോ. നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അതിൻ്റെ ഒരു പൊക്കം കണ്ടോ, അതുപോലെ അതിന് മണ്ട കണ്ടോ. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. അക്കരെ നിന്ന് രണ്ട് കാറ്റാടി കറങ്ങുന്ന കാണാം. ഈ കാറ്റിൻ്റെ ഒരു ഗതി അറിയാം. നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനെ കാറ്റത്ത് അടിച്ചടിച്ചടിച്ചടിച്ചടിക്കുന്നു. ഇവിടെയൊക്കെ ഒരു കാലത്ത് ആരും ഒന്നും അറിയാതെ കിടന്ന സ്ഥലമാണ്. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാവരും അറിയും. ഈ ഒരു വഴി അങ്ങ് താഴെ വരെ നമ്മൾ ഈ കാണുന്ന ഒരു കാറ്റാടിക്കാണ്, സിലർക്കാരനാണ്. അതിൻ്റെ ഒരു ലീഫ് ഒരു കണ്ടെയ്നറിലാണ് ഇവിടെ എത്തിച്ചത് കേട്ടോ. അങ്ങനെ ഒരു കാറ്റാടിക്ക് 3 ലീഫാണ്. ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്ന കേസേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാറ്റാടി കറക്കുന്നത് ഇതൊരു മിതമായ കാറ്റേ ഉള്ളൂ. ഇങ്ങോട്ട് കാറ്റ് കൂടുതലാണ്. കാറ്റാടികൾ കറക്കുന്നത് കറണ്ടിൻ്റെ സപ്പോർട്ട് കൂടിയാണ്. കറണ്ട് പോയാൽ ഇതുപോലെ നിൽക്കും. കറണ്ട് ഉണ്ടെങ്കിൽ ഇതിനെ കറക്കി കൊടുക്കത്തുള്ളൂ. ഇവിടെ എല്ലാം ഇപ്പം നല്ല അടിപൊളി പച്ചപ്പാണ്. ഈ പുല്ലൊക്കെ ഇങ്ങനെ ഇറങ്ങി അതിലൂടെ കാറ്റ് വെച്ച് വരുന്ന കാഴ്ച. ദൂരെയായിട്ട് കുറച്ച് പുല്ലുംകൂട്ടങ്ങളുണ്ട്. ഇതിലേക്ക് കാറ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു കാറ്റാടി ഒരു ദിവസം 750 യൂണിറ്റ് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ പച്ചപ്പിനടക്കോടെ ഈ ചുവന്ന വഴി എന്ത് ഭംഗിയല്ലേ. ഇവിടെ നമ്മൾ അതിന്റെ മുകളിൽ കുറെ കാറ്റാടികളൊക്കെ നിന്ന് കറങ്ങുന്നുണ്ട്. അവിടെ ഒരു വെള്ള പോലെ കാണാൻ വെക്കാം, വെള്ളക്കാല് പോലെ. നമ്മൾ സൂം ചെയ്തപ്പോൾ ഇങ്ങനെ കാണാം കേട്ടോ. അപ്പം ഈ മേഖലയെല്ലാമായിട്ട് പിന്നെ ഒരുപാട് കാറ്റാടികൾ. ഇങ്ങോട്ടോ നോക്കിയാൽ നല്ല പച്ച പട്ട് വിരിച്ച പോലെയാണ് പുല്ല് കേട്ടോ. എന്തൊരു ഭംഗിയാണത് കാണാൻ. കാപ്പിയൊക്കെ കുടിക്കാൻ പറ്റുമേ. ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് കേട്ടോ. കണ്ടോ, അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ കാറ്റാടിയുടെ ചോട്ടിൽ നിന്ന് നമുക്ക് ഇതിന്റെ പൊക്കം ഒന്ന് നോക്കാവേ. കണ്ടോ എന്തൊരു ഹൈറ്റാന്ന് നോക്കിയേ.
വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൊക്കെ രേഖപ്പെടുത്തുക. നമ്മളോട് സഹകരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.